എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിക്കുക എന്നതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിച്ച് SSLC-യിൽ 99% മാർക്ക് വാങ്ങിക്കുക, +2-ൽ 99% മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. പഠനത്തിന്റെ നിലവാരം NCERT-യും CBSE-യും രണ്ടും തുലനം ചെയ്താൽ CBSE-യിൽ 70% റാങ്ക് വാങ്ങിച്ച ഒരാൾക്ക് NCERT-യിൽ 100% മാർക്ക് വാങ്ങിച്ച ആളുകളെക്കാളും ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പൊ റാങ്ക് എന്നുള്ളതല്ല, A+ എന്നതല്ല വിഷയം. ഇവിടെ നമ്മുടെ മക്കൾ എല്ലാ വിഷയങ്ങളിലും ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ആളുകളാവണം. അതോടൊപ്പം ധാർമ്മികമായ മൂല്യം കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാക്കി മാറ്റാനാണ് ഓരോ മാതാവും ഓരോ പിതാവും ശ്രദ്ധിക്കേണ്ടത്. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഇവിടെ ലോകം വിട്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മക്കളെ ചീത്ത പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ചെറിയ ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, ഒരു A+ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. ഇങ്ങനെയല്ല. മാർക്ക് കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ മാർക്ക് കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഓരോ മാതാവിനും ഓരോ പിതാവിനും സാധിക്കണം. അപ്പോഴാണ് എന്റെ മാതാവ് എന്റെ കൂടെ എന്റെ പരാജയത്തിലും എന്റെ വീഴ്ചയിലും എന്റെ വളർച്ചയിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഈ മക്കൾക്കുണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചവരെ വളർത്തുമ്പോഴാണ് കലാലയങ്ങളിലൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ മക്കൾക്ക് കഴിയുന്നത്. ഒരു മാതാവിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എവിടം വരെ എത്താനും എല്ലാ മക്കൾക്കും കഴിയും. ഏത് പൊസിഷനിലേക്ക്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ഏത് വിദ്യാർത്ഥികൾക്കും വളരെ ഈസിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഈ ഇൽമുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ആണായാലും പെണ്ണായാലും പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്. പെൺകുട്ടികളെയും പഠിപ്പിക്കണം, ആൺകുട്ടികളെയും പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായാൽ ആ പെൺകുട്ടികൾക്ക് നല്ല പേര് നൽകി അനീതിയില്ലാതെ അവരെ വളർത്തി എന്നിട്ടവരെ പ്രായപൂർത്തിയാകുമ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അള്ളാഹു സ്വർഗം നൽകും എന്ന്. അല്ലേ? അങ്ങനെ സ്വർഗം ലഭിക്കണമെങ്കിൽ 3 പെൺകുട്ടി ഉള്ളത് കൊണ്ട് ഒരു മാതാവിനും സ്വർഗം കിട്ടൂല. അങ്ങനൊന്നും സ്വർഗം സ്വപ്നം കണ്ട ആരും കിടക്കണ്ട. അതേപോലെ ഖുർആൻ ഹാഫിലായാൽ ഞാൻ സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ച് മക്കളെയൊക്കെ ഹാഫിലിങ്ങളാക്കുന്ന കുറെ ഉമ്മമാരുണ്ട്. മക്കൾ ഖുർആൻ ഹാഫിലായത് കൊണ്ട് സ്വർഗം കിട്ടും എന്നും ആരും വിചാരിച്ച് സ്വപ്നം കണ്ട് കിടക്കണ്ട. എന്താ ഈ ഹാഫിലാവെന്നൊക്കെ പറഞ്ഞാല്? അങ്ങനെ കുറെ രക്ഷിതാക്കളുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നീയത്തിൽ പോലും അപാകതകളുണ്ട് എന്നതാണ് സത്യം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. ഇതാ ഉദവി ബ്രാഞ്ചാണ് ചേലേമ്പ്രയിലുള്ള ഈ ബ്രാഞ്ച്. ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വലിയ വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഉദവികളെ കണ്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചേർത്ത കുറെ രക്ഷിതാക്കളുണ്ടാവും. അല്ലേ? വലിയ സാലറി വാങ്ങിക്കുന്നുണ്ട്. ഉന്നതമായ പോസ്റ്റുകളിലൊക്കെ പലരും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉദവികളാണ്. അപ്പോ സാമ്പത്തികമായ ലക്ഷ്യം ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ചേർത്ത ആളുകളുണ്ടാവും. എന്നാൽ വേറെ ചില ആളുകൾ എന്റെ മകനെ ദീനിന്റെ കാവൽഭടനായി എനിക്ക് വളർത്തണം, ദീനിന് ഉപകരിക്കുന്ന ഒരാളാക്കി മാറ്റണം എന്ന നിയത്തോടുകൂടി പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. നേരെ മറിച്ച് വേറെ ചില രക്ഷിതാക്കൾ ദീനീ സ്ഥാപനങ്ങളൊന്നും അവർ കണ്ടിട്ടേ ഇല്ല, MBBS-കാരാണ്. പക്ഷെ അപ്പോഴും ആ മാതാപിതാക്കളുടെ നിയത്ത് ഇങ്ങനെയാണ്: എന്റെ മകൻ ഡോക്ടറായാൽ, എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആയാൽ, എന്റെ മകൻ ഒരു IAS-കാരനായാൽ, ഒരു IPS-കാരനായാൽ, എന്റെ മകൻ ഏതെങ്കിലും ഉന്നതമായ തസ്തികയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ മകനെ കൊണ്ട് ദീനിനൊരു ഉപകാരം ഉണ്ടാവണമെന്ന് ചിന്തിച്ച് ഭൗതിക മേഖലയിൽ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. ഈ 2 രക്ഷിതാക്കളെയും നമ്മൾ തുലനം ചെയ്താൽ, ഏതൊക്കെ ഭൗതിക സ്ഥാനം ആഗ്രഹിച്ച് ദീനീ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന രക്ഷിതാവ്, ദീനിയായ ലക്ഷ്യം വെച്ച് ഭൗതിക സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന രക്ഷിതാവ്, ഈ 2 രക്ഷിതാക്കളെയും നമ്മൾ തുലനം ചെയ്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ ദീനീ ലക്ഷ്യം വെച്ച് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രക്ഷിതാവായിരിക്കും മുന്നിലുണ്ടാവുക. എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ നിയ്യത്ത് എന്താണ് എന്നുള്ളതാണ്.
ഈവൻ നമ്മൾ ഹാഫിലിങ്ങളാക്കുമ്പോ വരെ, പ്രിയപ്പെട്ടവരെ, മക്കളെ ഹാഫിലിങ്ങളാക്കുമ്പോ വരെ രക്ഷിതാക്കളുടെ ചിന്ത ഇതാണ്: എനിക്ക് നാളെ സ്വർഗത്തിലെത്തണം എന്ന ചിന്തയാണെങ്കിൽ ആ ചിന്ത പോലും സ്വാർത്ഥതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മകനെ ഹാഫിലായാൽ എനിക്ക് സ്വർഗത്തിലെത്താമല്ലോ, മക്കൾ ശഫാഅത്ത് ചെയ്യുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹിഫ്ള് കോളേജിലേക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ചിന്ത പോലും സെൽഫിഷാണ്, അത് സ്വാർത്ഥതയാണ്, അത് നമ്മുടെ ദീനിന് ഉപകരിക്കാത്ത ചിന്തയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. ആ ചിന്ത നിങ്ങൾക്ക് ഒരുപക്ഷെ ഉഖ്റവിയായ ചിന്തയായിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ ദീനിന് എന്ത് പ്രയോജനം? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ചിന്ത കൊണ്ട് ദീനിന് എന്ത് ഉപകാരം? നിങ്ങളുടെ മക്കൾ ഹാഫിളായി, നിങ്ങൾക്ക് ആ ഹിഫ്ള് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടണം, ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ ഈ മകനെ കൊണ്ട് ദീനിന് എന്ത് ഉപകാരമുണ്ടായി? നിങ്ങൾക്ക് ദീനിനൊരു ഉപകാരം ഉണ്ടാവണമെന്നുള്ള ചിന്ത തന്നെ ഇല്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. ദീനിന് വേണ്ടി അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും, നീയത്ത് ദീനല്ലാത്തൊരു കാലം വരും. മതവിദ്യാഭ്യാസം പോലും, മതകലാലയങ്ങളിൽ പോലും ദീനിയായ നീയത്തില്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം. റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ. വസൽസല, ഭൂകമ്പങ്ങളെ, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ഇടതടവില്ലാത്ത ഭൂകമ്പങ്ങള്. വഖസ്ഫൻ, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന പ്രകൃതിയുടെ ഒരു ദുരന്തം. വമസ്ഖൻ, അല്ലാഹു തആല കോലം തന്നെ മാറ്റിക്കളയുന്ന അല്ലാഹുവിന്റെ ഒരു ശിക്ഷ. വഖദ്ഫൻ, ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ കൊണ്ട് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഇതെല്ലാം ഉണ്ടാകും. വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലം വരുമ്പോ, ഇതൊക്കെ ഹദീസാണ്. ദീനിന് വേണ്ടിയല്ലാതെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലം വന്നാൽ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂകമ്പങ്ങളെ പ്രതീക്ഷിക്കണം, മനുഷ്യന്റെ കോലം തന്നെ മാറ്റിമറിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ ദുരന്തത്തെ കാത്തിരിക്കണം, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തെ പ്രതീക്ഷിക്കണം. ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ കൊണ്ട് അല്ലാഹു നശിപ്പിക്കുന്ന അല്ലാഹുവിന്റെ പരീക്ഷണത്തെ കാത്തിരിക്കണം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇൽമു പഠിപ്പിക്കണം, പക്ഷേ നമ്മുടെ നീയത്ത് ദുനിയാവാകാൻ പാടില്ല. നമ്മുടെ നീയത്ത് ഭൗതികമായ നേട്ടങ്ങളാവാൻ പാടില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ, രാവിലെ ഒരാൾ എണീറ്റു, വഹമ്മഹു ദുനിയ, അയാളുടെ ചിന്ത ദുനിയാവാണ്. രാവിലെ എണീറ്റത് മുതൽ അയാളുടെ ചിന്ത ദുനിയാവാണെങ്കിൽ അല്ലാഹു തആല അയാള് എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഓടിയാലും, ഇതുപോലെ വലിയ കാടുകളിൽ വന്യമൃഗങ്ങൾ ഇരയെ തേടുന്നത് പോലെ നിങ്ങൾ സമ്പത്തിന്റെ പിന്നാലെ ഓടിപ്പോയാലും അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു നയാ പൈസ പോലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടൂല. ഒരു നയാ പൈസ പോലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടൂല. എന്ന് മാത്രമല്ല, വഅൻത മദ്മൂമുൻ, നീ എൻ്റെ അടുത്ത് നിന്ദ്യനാണ്, നീചനാണ്. രാവിലെ എണീറ്റത് മുതൽ ചിന്ത മുഴുവനും ദുനിയാവാണ്, ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരാൾ രാവിലെ എണീക്കുന്നതെങ്കിൽ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു നയാ പൈസ പോലും അയാൾക്ക് കൂടുതൽ കിട്ടൂല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്ന് മാത്രമല്ല, നീ എൻ്റെ അടുത്ത് നിന്ദ്യനാണ്. നേരെ മറിച്ച് വേറെ ചില ആളുകൾ, അവര് രാവിലെ എണീക്കുന്നത് തന്നെ വഹമ്മഹുൽ ആഖിറ, ആഖിറമാണ് അവരുടെ ചിന്തയെങ്കിൽ, അവരുടെ ചിന്ത, അവരുടെ ലക്ഷ്യം ആഖിറമാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല ദുനിയാവിയായ എല്ലാ സുഖങ്ങളും അല്ലാഹു നൽകും, ഉഖ്റവിയായ സുഖങ്ങളും നൽകും. മറ്റേയാൾ ദുനിയാവും ആഖിറവും പരാജയപ്പെടുമ്പോ ഈ മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. അതുകൊണ്ട് നീയത്ത് എപ്പോഴും ആഖിറമായാൽ ദുനിയാവ് അത്തതുഹു ദുനിയ വഹിയ റാഗിമ, നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ കൊതിപ്പിച്ചുകൊണ്ട് ദുനിയാവ് നിങ്ങളുടെ പിന്നാലെ കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ന ആദം, ആദം സന്തതികളെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ആരാധിക്കാനാണ്. വലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. അല്ലാഹു പറയാണ്,
ഞാൻ നിന്നെ സൃഷ്ടിക്കുന്നത് ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. സൃഷ്ടിക്കുന്നത് ആരാധിക്കാൻ, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. പിന്നെ പറഞ്ഞു അല്ലാഹു തആല, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നിങ്ങൾ എന്നോട് നാളത്തെ ഭക്ഷണം ചോദിക്കാൻ പാടില്ല. കമാ ലം അസ്അലുക അമല ഗദിൻ, ഞാൻ നിങ്ങളോട് നാളത്തെ അമൽ ചോദിക്കാറില്ലല്ലോ. നാളത്തെ സുബഹി നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ലല്ലോ. അല്ലേ? നാളത്തെ സുബഹി നിസ്കാരം ഇന്ന് രാത്രി ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹീഹാകോ? നാളത്തെ ളുഹർ നിസ്കാരം എനിക്ക് നാളെ സമയം ഉണ്ടാവില്ല, ഞാൻ നാളെ ഫ്ലൈറ്റിലാണ്, അതുകൊണ്ട് ഇന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വഹീഹാവോ? ഇല്ല. ഞാൻ നിങ്ങളോട് നാളത്തെ അമലിനെ ചോദിക്കാത്തതുപോലെ അടുത്ത വർഷത്തെ റമദാൻ ഞാൻ ഈ വർഷം തന്നെ നോക്കി തീർക്കാണ് എന്നൊരാൾ തീരുമാനിച്ചു. 30 നോമ്പ് നോക്കി, സ്വീകരിക്കോ? ഇല്ല. ഞാൻ നിങ്ങളോട് നാളത്തെ ഒരു അമലും ചോദിക്കാത്തതുപോലെ നിങ്ങൾ എന്നോട് നാളത്തെ ഭക്ഷണം ചോദിക്കാൻ പാടില്ല. ഇന്ന് രാത്രി ഇശാഇന്റെ ശേഷമുള്ള ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നത്തെ ഭക്ഷണം ഇന്ന് ചോദിച്ചാൽ ഞാൻ തരും. നാളത്തെ നാസ്ത നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇന്നത്തെ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു, ഞാൻ തരും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നോമ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനുമുണ്ട്. അങ്ങനെ രണ്ടുപേരും നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോ ദുഃഖിതനായിരിക്കുന്ന, വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ശിഷ്യനെ കണ്ടു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഉസ്താദ് അവർകളെ, നോമ്പ് തുറക്കാൻ ഇവിടെ ഭക്ഷണമില്ല, എന്താ ചെയ്യ, പട്ടിണിയാണ്, നോമ്പ് തുറക്കാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ പറഞ്ഞത്, അതിന് നീ ടെൻഷൻ ആവേണ്ട. നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ ആവേണ്ട. കാരണം അല്ലാഹു പാവങ്ങളുടെ കൂടെയാണ്, അല്ലാഹു ദരിദ്രരുടെ കൂടെയാണ്. കാരണം ദരിദ്രർക്ക് ഹജ്ജ് നിർബന്ധമില്ലല്ലോ, കാരണം ദരിദ്രർക്ക് സക്കാത്ത് നിർബന്ധമില്ലല്ലോ, കാരണം ദരിദ്രർക്ക് അല്ലാഹു തആല സ്വതഖ പോലും സുന്നത്താക്കുന്നില്ലല്ലോ. പൈസ ഇല്ലാത്തവന് സ്വതഖ കൊടുക്കണമെന്നില്ല, സമ്പത്തില്ലാത്തവന് സക്കാത്ത് കൊടുക്കണമെന്നില്ല, ഹജ്ജ് ചെയ്യണമെന്നില്ല. അല്ലാഹു പാവങ്ങളുടെ കൂടെയാണ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വർഗീയ ലോകത്തെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബ് കാണാനിടയായത് അൽ ഫുഖറാ, ദരിദ്രരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ദരിദ്രരെയാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിൽ കാണാനിടയായത്. അല്ലാഹു പാവങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം പൊട്ടുമ്പോഴേക്കും റൊട്ടിയും ഈത്തപ്പഴവുമായി ഏതോ ഒരാൾ, ഒരു പരിചയവുമില്ലാത്ത ഒരാൾ, ഒരാഗതൻ വന്നിട്ട് വീട്ടിൽ കൊടുത്തുപോയി. റൊട്ടിയും ഈത്തപ്പഴവും, വേറെ നിറയെ കഴിക്കാനുള്ള, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം. അതാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു. നാളത്തെ ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കരുത്. ഇന്നത്തെ ഭക്ഷണം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ ഭാവിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആശങ്കപ്പെട്ട് ജീവിതത്തിൽ ടെൻഷനും നിരാശയും ഉണ്ടാവാതെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ദീനിയായ ചിന്തയോടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, ദീനിയായ ചിത്തയോടെ മക്കളെ വളർത്താൻ കഴിഞ്ഞാൽ, ഏത് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുമ്പോഴും, ഭൗതിക മേഖലയാണെങ്കിലും സയൻസ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദീനിയായ ലക്ഷ്യമായിരിക്കണം മാതാപിതാക്കൾക്കുണ്ടാവേണ്ടത്. അങ്ങനെ ഒരു ദീനിയായ ലക്ഷ്യമുണ്ടായാൽ ആ കുടുംബത്തിന് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരൂല. അല്ലാഹുവിന്റെ സഹായം മരിക്കുന്നവരെ ആ കുടുംബത്തിനുണ്ടാകും. വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പരിചയമുണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. 11 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായത്. ആ 11 മക്കളെ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ വഫാത്തിനോടടുത്ത സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്താല് നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം പൊതുമുതലിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വക ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾക്ക് 11 മക്കളില്ലേ, ചെറിയ ചെറിയ മക്കളാണ്. ചെറിയ പ്രായത്തിൽ 40 വയസ്സാകുമ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായിട്ടുണ്ട്.
2.5 വർഷമാണ് ലോകത്തിന്റെ ചുക്കാൻ പിടിച്ചത്, അധികാരത്തിന്റെ ചെങ്കോല് കയ്യിലേന്തിയത് 2.5 വർഷം. പക്ഷേ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ഫക്കീറായി ദരിദ്രനായി മരിച്ചുപോയ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ പിന്നിലും ഒരു ഉമ്മയുടെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിലും ഒരു ഉമ്മയുടെ സംഭവം, ഉമ്മയുടെ മറക്കാൻ കഴിയാത്ത സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ റോന്ത് ചുറ്റുന്നത് ഉമർ തങ്ങളുടെ ഒരു സ്വഭാവമാണ്. രാത്രിയായാൽ കിടന്നുറങ്ങാതെ ഈ നാട്ടിൽ പട്ടിണി പാവങ്ങളുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ എന്നറിയാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം 2ാമത്തെ ഖലീഫയായി കടന്നു വന്ന ഉമർ തങ്ങൾ നിരന്തരമായി ചെയ്യാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, അവസാനത്തെ 2 വർഷം ഉമർ തങ്ങൾ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല, രാത്രിയിൽ കണ്ണടച്ചിട്ടേ ഇല്ല, അവസാനത്തെ 2 വർഷം. അപ്പൊ നിങ്ങൾ വിചാരിക്കും രാവിലെ ഉറങ്ങിയിട്ടുണ്ടാകും. രാവിലെ ഉറങ്ങിയിട്ടില്ല. അത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയൊരു കഴിവാണ്. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് രാത്രി ഉറങ്ങാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് രാത്രി ഉറങ്ങുക? എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് പല ആളുകളും കടന്നു വരുമ്പോ, നമ്മുടെ നാട്ടിൽ തന്നെ പലരും പ്രയാസപ്പെടുമ്പോ എല്ലാവരും കിടന്നുറങ്ങിയാൽ അവരുടെ വിഷമങ്ങൾ ആരാ നോക്കുക? അവരുടെ പ്രയാസങ്ങൾ ആരാ മാറ്റിക്കൊടുക്കുക? എന്നാ പിന്നെ നിങ്ങൾക്ക് രാവിലെ ഉറങ്ങിക്കൂടെ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, രാവിലെ എന്നെ തേടി എത്രയോ ആളുകൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ അവരെന്നെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവൂലേ? ഞാൻ ഉറങ്ങിപ്പോയാൽ എന്നെ കാത്തിരിക്കൂലേ പുറത്ത്? അങ്ങനെ അവസാനത്തെ 2 വർഷം തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു അലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്നൊരു മാതാവിന്റെ, ഒരു മകളുടെ ശബ്ദം കേൾക്കുന്നത്. നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ള സംഭവമാണിത്. പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞു. മകള് പറഞ്ഞു പറ്റൂല. ഉമ്മ പറഞ്ഞു ചേർക്കണം. അവ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളത്തിൽ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ അങ്ങ് മദീന പള്ളിയിലല്ലേ? അപ്പോഴാണ് ആ മകൾ ചോദിക്കുന്നത്, അമീറുൽ മുഅ്മിനീൻ അങ്ങ് മദീന പള്ളിയിലാണെങ്കിൽ അല്ലാഹു ഇതെല്ലാം കാണുന്നൊരു റബ്ബ് മുകളിലില്ലേ? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ. ആ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കെ എങ്ങനെയാണ് പാലിൽ വെള്ളം ചേർക്കുന്നത്? ഈ ഉമ്മയിൽ നിന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്നത്. ഈ പെണ്ണിനാണ് ഉമർ തങ്ങൾ തന്റെ മകൻ ആസിമിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. തന്റെ മകൻ ആസിം എന്ന് പറയുന്ന മകന് ഈ മകളെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഏറ്റവും ദീനിയായ ചിട്ടയുള്ള അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഉമർ തങ്ങൾ തന്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ആസിം എന്നവര് പറഞ്ഞു, ഞാൻ കഴിച്ചോളാം. അങ്ങനെ ആസിം എന്ന് പറയുന്ന മകനെ ഈ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരിൽ നിന്നാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നത്. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ് വഫാത്തിന്റെ സമയത്ത് 11 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാവരും പട്ടിണിപ്പാവങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് കിട്ടാറില്ല. പെരുന്നാളിന് വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടാവാറില്ല. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്താകുന്ന സമയമാകുമ്പോ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ വസിയ്യത്ത് ചെയ്താൽ പറക്കമുറ്റാത്ത മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ, അവർക്ക് നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം ജീവിക്കാനുള്ള ഒരു അവസരം, ഒരു തുക ബൈത്തുൽ മാലിൽ നിന്ന് നൽകാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനത് ഏറ്റെടുത്തോളാം, ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോ അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. എന്റെ മക്കൾ രണ്ടാലൊരവസ്ഥയിലാണ് ജീവിക്കുക. എനിക്ക് 11 മക്കളുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ രണ്ടാലൊരവസ്ഥയിലൂടെയാണ് എന്റെ മക്കൾ ജീവിക്കുക. ഒന്നുകിൽ എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ മക്കൾ ഫാസിഖീങ്ങളാണ്. രണ്ടായാലും ഇവിടെ പൈസ ബാക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല. മക്കൾ ഒന്നുകിൽ തെമ്മാടികളാണ്, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാണ്. രണ്ടാണെങ്കിലും ഇവിടെ പൈസ ബാക്കി വെച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞ വാഗ്ദാനമാണത്. എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവര് പട്ടിണി കിടക്കേണ്ടി വരൂല, അവരെ അല്ലാഹു ഏറ്റെടുത്തോളും. ഇതാണ് ഒരു മാതാവിനും ഒരു പിതാവിനും ഉണ്ടാവേണ്ട വിശ്വാസം.
നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോയി ഏതൊരു മാതാവും പിതാവിടെ മരിക്കാൻ കിടക്കുമ്പോൾ അവർക്ക് വിഷമം എന്റെ മക്കൾ എന്താവുന്നതാണ്. മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ ഒരു പേടിയും വേണ്ട, അള്ളാഹ് ഏറ്റെടുത്തോളൂ. അള്ളാഹ് ഏറ്റെടുത്തോളൂ അവരെ, ഒരു ടെൻഷനും വേണ്ട. സ്വാലിഹീങ്ങളാക്കി വളർത്താനാണ് ഖുർആനും അള്ളാഹുക്ക് ആവശ്യപ്പെടുന്നത്. മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തണം. വളർത്തിയ പഠിച്ചോൻ ഏറ്റെടുക്കും. ഇബ്രാഹിമിന് അദം എന്നവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുവന്നു. ആരോ കൊണ്ടുവന്നു എങ്ങനെ അറിഞ്ഞു? അത് അള്ളാഹു അറിയിച്ചു കൊടുക്കണം. അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണത്. അള്ളാഹുവാണ് ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള ഭക്ഷണം അള്ളാഹുവാണ് നൽകുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, 11 മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരെ അള്ളാഹു ഏറ്റെടുക്കാമെന്ന് ഖുർആനിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം ആളുകളെ എന്തിനാണ് ഞാൻ ഇവിടെ ക്യാഷ് ബാക്കി വെച്ചിട്ട് മരിച്ചു പോകേണ്ട ആവശ്യം എന്താണ്? അള്ളാഹു ഏറ്റെടുക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ക്യാഷ് ബാക്കി വെച്ച് പോകണം? ഇനി എന്റെ മക്കൾ ചമ്മാടികളാണെങ്കിൽ, ഫാസിഖീങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവർ പറയാണ്, വെറുതെ ഞാൻ എന്തിനാണ് ഖബറിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഇവിടെ ബാക്കി വെച്ചു പോയ സമ്പാദ്യം കൊണ്ട് ചമ്മാടികളായ എന്റെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോ, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യുമ്പോൾ എന്റെ ഖബറിൽ എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല. അവർ ചെയ്യുന്ന ഓരോ തെറ്റിനും ഞാനാണ് അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടത്. അല്ലേ? മാതാപിതാക്കൾ ബാക്കി വെച്ച സമ്പാദ്യങ്ങൾ ഹറാമിലൂടെ മക്കൾ ചെലവഴിക്കുമ്പോ അതിന്റെ ഓരോ ശിക്ഷയും അനുഭവിക്കേണ്ടത് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളായിരിക്കും. അതുകൊണ്ട് വെറുതെ എന്തിനാണ് പാരത്രിക ലോകത്ത് ഞാൻ പ്രയാസം അനുഭവിക്കുന്നത്? ഈ തമ്മാടികളായ മക്കൾക്ക് സമ്പാദ്യം ബാക്കി വെച്ചിട്ട്. അതുകൊണ്ട് രണ്ടിലൊരവസ്ഥയിലൂടെയാണ് എന്റെ മക്കൾ കടന്നു പോവുക. രണ്ടവസ്ഥയായാലും മക്കൾക്ക് വേണ്ടി ഒരു നയാ പൈസ ബാക്കി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് 20ഓളം സാമ്രാജ്യങ്ങളുടെ അധിപതിയായ ചക്രവർത്തിയായ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്തിനേറെ, ഇന്ത്യയടക്കം, ഇന്ത്യയിലെ സിന്ധിലേക്കടക്കം മുഹമ്മദ് ഇബ്നു ഖാസിം എന്ന് പറയുന്ന ഭരണാധികാരി പട്ടാളക്കാരൻ കടന്നു വന്നിട്ട് പല പ്രവിശ്യകളും പിടിച്ചടക്കി തിരിച്ചുപോയ കാലഘട്ടമാണത്. ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തില്. അതേപോലെ നോർത്ത് ആഫ്രിക്കയിലേക്ക് എത്തിയിട്ടുണ്ട്, സ്പെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആര്? മുസ്ലിമീങ്ങൾ യൂറോപ്പ് വരെ കീഴടക്കിയിരുന്ന കാലമാണത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഉമവി ഭരണകൂടത്തിന്റെ കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ സ്പെയിനിൽ ഇസ്ലാമുണ്ട്, നോർത്ത് ആഫ്രിക്കയിലുണ്ട്, വെസ്റ്റ് ഏഷ്യയിലുണ്ട്, അതേപോലെ ഇന്ത്യയിലുണ്ട്, അതേപോലെ ചൈനയുടെ ചില ഭാഗങ്ങളിൽ വരെ ഇസ്ലാം എത്തിയ കാലഘട്ടമാണത്. അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമാണ്. ആ കാലഘട്ടത്തിൽ ഒരു ചക്രവർത്തിയാണ് വെറും നയാ പൈസ 11 ദീനാർ മാത്രം ബാക്കി വെച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. 11 ദീനാർ, അതിൽ 4 ദീനാർ കഫം പൊടിക്കും, കബർ കൊഴിക്കാനും, ഒരു 3 ദീനാർ കഫം പൊടിക്കും ഉപയോഗിച്ചു. എത്രയായി? 7 ദീനാറായി. ബാക്കിയുള്ളത് 5 ദീനാറാണ്. ആ 5 ദീനാറാണ് അനന്തരമായിട്ട് 11 മക്കൾക്ക് കിട്ടിയത്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. മരിച്ചു പോകുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി ഒരുപാട് ബിൽഡിങ്ങുകളും സ്വത്തുക്കളല്ല ബാക്കി വെക്കേണ്ടത്. അവരൊക്കെ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളും പണ്ഡിതന്മാരാക്കി മാറ്റാം. അവർക്ക് എഡ്യൂക്കേഷൻ നൽകുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക. കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺമക്കളുടെ കഴുത്തിൽ 100 പവന്റെയും 50 പവന്റെയും മാലകളല്ല, ആഭരണങ്ങളല്ല ധരിപ്പിക്കേണ്ടത്, അണിയിപ്പിക്കേണ്ടത്, ലക്ഷൂറിയസ് വാഹനങ്ങളല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ആ മക്കൾ ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ സെൽഫ് സഫിഷ്യന്റ് എന്ന് പറയുന്ന സ്വയം പര്യാപ്തരായ മക്കളാക്കി അവരെ മാറ്റണം. സ്വയം പര്യാപ്തരായ മക്കളാക്കി മാറ്റണം. ഈ അടുത്ത് ഗൾഫിൽ പോയപ്പോ ഒരു കുടുംബത്തിലെ എല്ലാരും ജോലിക്കാരാ. ഉമ്മ ജോലിക്കാരിയാണ്, മരുമകള് ജോലിക്കാരിയാണ്, മകള് ജോലിക്കാരിയാണ്, മകൻ ജോലിക്കാരനാണ്, മരുമകനും ജോലിക്കാരനാണ്. ഒരു വീട്ടിൽ നല്ലൊരു വില്ലയിൽ എല്ലാവരും താമസിക്കുന്നു. മകളുടെ സാലറി 14,000 റിയാൽ. 14,000 റിയാൽ മകളുടെ സാലറി. മകനും നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ വീട്ടിലെ ഉമ്മയും ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? മക്കളെ പഠിപ്പിച്ചതുകൊണ്ടാണ്. എന്താ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വെറുതെ വീട്ടിൽ ഇങ്ങനെ റൂമിൽ അടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം വീട്ടിലുള്ള ഭാര്യയൊക്കെ ജോലിക്ക് പോയാൽ എത്രത്തോളം ബേർഡൻ കുറയും, ഒരു കുടുംബത്തിന്റെ ഭാരം കുറയും. ഗൾഫ് മാത്രമല്ല, നമ്മുടെ നാട്ടിലും നല്ല ജോലി ചെയ്താൽ എന്താ കുഴപ്പം? മക്കളൊക്കെ പഠിപ്പിച്ച് നല്ല ഉന്നതമായ നിലയിലേക്ക്, തസ്തികയിലേക്ക് നമ്മുടെ മക്കൾ എത്തിക്കണം. അവരൊക്കെ സാലറീഡ് ആയിട്ട് നല്ല ജോലിയുള്ള ആളുകളെ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ജോലിയിൽ തന്നെ എത്ര ശമ്പളമുണ്ട്?
ഒരു +2 അധ്യാപിക, ഗവൺമെന്റ് കോളേജ് അധ്യാപിക, 1 ലക്ഷക്കല്ലേ അവരുടെയൊക്കെ സാലറി. എത്രത്തോളം ഭാരം കുറയും നമ്മുടെ ഭർത്താക്കന്മാരുടെ. നമ്മളിതൊന്നും പഠിപ്പിക്കൂല. നിങ്ങൾ ചായ വെക്കേണ്ട ആളല്ലേ, നിങ്ങൾ ചോറ് വെക്കേണ്ട ആളല്ലേ എന്ന് പറഞ്ഞ് +2 കഴിഞ്ഞ അവനെ വീട്ടിലിരുത്തും. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ തൊലാക്കായി, ഡിവേഴ്സായി, പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. പെൺകുട്ടി ജോലിക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ദീനിയായ ഒരു അടിത്തറ, ഒരു ചിട്ട, ഒരു ചൈതന്യം കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു പെണ്ണും വഴിപിഴച്ചു പോകില്ല. അതൊക്കെ നമ്മുടെ ധാരണയാണ്. നമ്മൾക്ക് ദീനിയായ ഒരു ചുറ്റുപാടിൽ മക്കളെ വളർത്താൻ കഴിഞ്ഞാൽ മതി. മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് കണ്ടാൽ മതി. രാവിലെ എണീക്കുമ്പോ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെ കാണണം. മക്കൾ അങ്ങനെ കണ്ടു വളരണം. മൊബൈൽ കളിച്ചിരിക്കുന്ന ഉമ്മയെ കണ്ടിട്ടല്ല വളരേണ്ടത്. മഹാനായ ഇമാം അബൂ ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബലി ഇമാം, അദ്ദേഹത്തിന്റെ മാതാവ് രാവിലെ സുബഹി നിസ്കാരത്തിന്റെ എത്രയോ മുമ്പ് എണീക്കും. എണീറ്റിട്ട് വെള്ളം ചൂടാക്കും. സ്വിച്ചിട്ടാല് ചൂടാകുന്ന വെള്ളമല്ല അന്ന്. സ്വിച്ചിട്ടാല് ടാങ്ക് നിറയുന്ന സിസ്റ്റം ഇല്ല. ദൂരത്ത് പോയിട്ട് വെള്ളം കോരി വീട്ടിലേക്ക് കൊണ്ടുവരണം. രാത്രി വിറക് നേരത്തെ ശേഖരിച്ചു വെക്കണം. മരം കോച്ചുന്ന തണുപ്പൊക്കെ ഉണ്ടാകും. പെട്ടെന്നൊന്നും വെള്ളം ചൂടാക്കാനോ തീ കത്തിക്കാനോ പറ്റൂല. ഇന്നത്തെ പോലെ തീപ്പെട്ടിക്കൊള്ളൊന്നും ഇല്ല. ഉമ്മമാർ ചിന്തിക്കണം, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ടായിട്ടൊന്നും മക്കളെ കുളിപ്പിച്ചിട്ട് മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പണിയില്ല. രാവിലെ എണീറ്റൊന്ന് ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ടാൽ മതി, വെള്ളം ചൂടാവും. ആ വെള്ളത്തിലൊന്ന് മക്കളെ കുളിപ്പിച്ചിട്ട് മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന എത്ര ഉമ്മമാരുണ്ട് ഇവിടെ. പല്ലും തെക്കാതെയാണ് പല കുട്ടികളും മദ്രസയിലേക്ക് വരാറുള്ളത്. രാത്രി എങ്ങനെ ഉറങ്ങിയോ അതേ ഡ്രസ്സ് ഇട്ട്, പല്ലും തെച്ചില്ല, മുടിയും ചീകിയില്ല, ഇങ്ങനെ ഉറക്കുന്നിട്ടിട്ട് ഒരു വരുത്തി വരും മദ്രസയിലേക്ക്. ആരാ പ്രശ്നക്കാര്? അശ്രദ്ധരായ ഉമ്മമാരാണ്. ഒരു ചിന്തയില്ലാത്ത ഉമ്മമാരാണ്. ദീനിനെ കുറിച്ചോ ഇൽമിനെ കുറിച്ചോ പഠനത്തെക്കുറിച്ചോ മക്കളുടെ ഭാവിയെക്കുറിച്ചോ ഒരു ബോധമില്ലാത്ത ഉമ്മമാർ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങള്, അദ്ദേഹത്തിന്റെ മാതാവ് വളരെ നേരത്തെ എണീക്കും. എന്നിട്ട് വെള്ളം ചൂടാക്കും. വെള്ളം ചൂടായി കഴിഞ്ഞാൽ മകനെ വിളിക്കും. എന്നിട്ട് ചൂടുവെള്ളം കൊണ്ട് മകനെ കുളിപ്പിക്കും. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് തഹജ്ജുദ് നിസ്കരിക്കും. അപ്പോഴേക്കും സുബഹിയുടെ ബാങ്കിന്റെ വിളി കേട്ടാൽ മകന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിൽ നിസ്കാരം കഴിയുന്നത് വരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മാതാവ് കാത്തിരിക്കും പള്ളിയുടെ പുറത്ത്. നിസ്കാരം കഴിഞ്ഞാൽ മകന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വരും. അന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പ്രായം 10 വയസ്സാണ്. 10 വയസ്സ് പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് കാണിച്ച ഈ ഒരു പ്രവർത്തനത്തിന് നന്ദിയല്ലേ ലോകം കണ്ട വിശ്വപണ്ഡിതനായി മാറിയത്, പ്രശസ്തനായ പണ്ഡിതനായി മാറിയത്. ഇന്ന് ഏത് ഉമ്മമാർക്കാണ് ഇതുപോലെ മക്കളോട് കമ്മിറ്റ്മെന്റ് ഉള്ളത്? ഏത് ഉമ്മമാർക്ക്? നിങ്ങൾ പറ. ഏത് പിതാവിനാണ് ഇതുപോലെ മക്കളോട് കമ്മിറ്റ്മെന്റ് ഉള്ള മാതാവ്? ഏതു മാതാവാണ്? ഏത് പിതാവാണ്? പറഞ്ഞാ നിങ്ങൾക്ക് വിഷമം വരുമെന്നറിയാം. പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? ഇങ്ങനെ ജീവിച്ചാ മതിയോ? ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, മക്കളെ എന്താക്കണം, എങ്ങനെ വളർത്തണമെന്നറിയാതെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മാതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി +1 ഏത് മേഖലയിലേക്ക് പറഞ്ഞേക്കണം എന്ന് കുട്ടി അല്ല തീരുമാനിക്കേണ്ടത്, മാതാവാണ്. ആ കുട്ടിയുടെ അധ്യാപകരാണ്. കുട്ടിക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടില്ല. ഏത് വിഷയം +1 കുട്ടി ഏത് സ്ഥാപനത്തിൽ ചേർക്കണം, ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാതാവ് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഒരു മാതാവിന് കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? മൊബൈൽ ഫോൺ എടുക്കുക എല്ലാവരും. എന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് എത്ര സമയം നമ്മൾ മൊബൈലിൽ ചെലവഴിച്ചു എന്ന് എല്ലാ ഫോണും കാണിച്ചു തരും. ഒരു ദിവസം ആവറേജ്, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ നമ്മൾ മൊബൈലിന് ചെലവഴിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ എത്ര സമയം ആവറേജ് ചെലവഴിക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. അടുക്കളയിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. അടുക്കളയിൽ
8 മണിക്കൂറൊക്കെ ഓരോ മാതാവ് അടുക്കളയിൽ ചെലവഴിക്കുന്നു. 1 മണിക്കൂർ പോലും മക്കളുടെ കൂടെ ചെലവഴിക്കാൻ മാതാവിന് സമയമില്ല. 1 മണിക്കൂറെങ്കിലും മക്കളുടെ കൂടെ ഒന്നിരുന്നിട്ട് അവരുടെ പഠന നിലവാരം വിലയിരുത്താൻ ഇന്നത്തെ ഉമ്മമാർക്ക് സമയമില്ല. എന്താ ചെയ്യാ? പിന്നെ എങ്ങനെയാ മക്കളിൽ മാറ്റം ഉണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക. രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം കളിക്കാൻ പോയി, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മൊബൈൽ ഫോണെല്ലാം മാറ്റിവെച്ച് അടുക്കളയൊക്കെ ഒന്ന് പൂട്ടിവെക്കുക. ആ സമയത്തും അടുക്കളയാണ്, ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ അടുക്കളയിൽ പോകുന്നത് കാണുമ്പോൾ ചിന്തിക്കും, മനുഷ്യനെ പഠിച്ചു സൃഷ്ടിച്ചത് തന്നെ തിന്നാൻ വേണ്ടിയാണോ? രാവിലെ എണീറ്റത് മുതൽ രാത്രി 10 മണി വരെ പെണ്ണുങ്ങൾ എല്ലാവരും അടുക്കളയിലാണ്. അടുക്കളയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കുക, ഭക്ഷണത്തിലേക്ക് ഒരു ക്രമീകരണം വരുത്തുക. കിച്ചൺ മാനേജ്മെന്റ് പഠിക്കാൻ കോഴ്സിന് പോകണമെന്നൊന്നുമില്ല. കുറച്ച് ചിന്തിച്ചാലേ കിച്ചൺ മാനേജ് ചെയ്യാൻ പറ്റും, ടൈം ലാഭിക്കാൻ പറ്റും. ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി മക്കൾക്കും ഭർത്താവിനും ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ 8 മണി വരെ കറിയും അപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ആ സമയത്താണ് കുട്ടികൾ ഇവിടെ പഠിക്കുക. കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ അല്ലാഹു അലം. കുട്ടികൾ നോക്കുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, ഒന്നും അറിയില്ല. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് TV ഒക്കെ കണ്ട് മൊബൈലിൽ കളിച്ചു, പിന്നെ കിടന്നുറങ്ങണം. പിന്നെ എപ്പോഴാണ് നിങ്ങൾ മക്കളുടെ കൂടെ ഒന്ന് ഇരിക്കാറുള്ളത്? നിങ്ങളെ 1 മണിക്കൂറെങ്കിലും മക്കളുടെ കൂടെ അവരുടെ പഠന വിഷയവുമായിട്ട് സമയം ചെലവഴിച്ചാലേ മക്കളുടെ കഴിവെന്താണ് എന്നൊരു മാതാവിന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് ഏതാണ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്റെ കുട്ടിയുടെ കഴിവെന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രോഗ്രസ് കാർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിക്ക് ഏതിലാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. 1-ാം ക്ലാസ്സിൽ പ്രോഗ്രസ് കാർഡ് നോക്കുക, എല്ലാ വിഷയങ്ങളും കമ്പയർ ചെയ്യുക. എന്നിട്ട് നോക്കുമ്പോ ഒരു 8-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയണം, എന്റെ കുട്ടി ലാംഗ്വേജിൽ വളരെ ഉഷാറാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടി സയൻസിൽ വളരെ ഉഷാറാണ്, സയൻസിൽ എല്ലാ വർഷവും നല്ല മാർക്കാണ്, മാത്സിൽ പുലിയാണ് എന്റെ കുട്ടി. ഇത് തിരിച്ചറിയണം നിങ്ങൾ. മാത്സിലും സയൻസിലും തീരെ നൈപുണ്യം തെളിയിക്കാത്ത, കഴിവ് തെളിയിക്കാത്ത മക്കളെ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ സയൻസിൽ ചേർക്കുന്നത് ലോക വിഡ്ഢികളാണ്. നിങ്ങളുടെ കയ്യിലേക്ക് പ്രോഗ്രസ് കാർഡ് ഓരോ സ്കൂളിൽ നിന്നും തരുന്നത് കുട്ടിയുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കാനാണ്. അവരുടെ വേവ് ലെങ്ത് ഉണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്, അവരുടെ കഴിവ് ഏതാണ് ഉഷാർ ഏതാണ് കുറവ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ആ കഴിവിനനുസരിച്ചിട്ടാണ് അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ഓരോ മേഖലയിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കേണ്ടത്. അതിന് ആർക്കെതിന് സമയം? ഏത് മാതാവിനാ സമയമുള്ളത്? ഏത് പിതാവിനാ സമയമുള്ളത്? എന്നിട്ട് നമ്മൾ പറയും മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എങ്ങനെ പറഞ്ഞാൽ കേൾക്കും? എങ്ങനെ കേൾക്കും പറഞ്ഞാൽ? ഒരു കുട്ടിയും പറഞ്ഞാൽ കേൾക്കൂല അവരുടെ കൂടെ സമയം ചെലവഴിക്കാതെ. ഇനി എങ്ങാനും 1 മണിക്കൂർ ഇരുന്നാല് ആ 1 മണിക്കൂറിൽ അടിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, ശകാരിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, തലയിലേക്ക് മേട്ടം കൊടുക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, ചീത്ത പറയാത്ത ഉമ്മമാരുണ്ടാവില്ല. 1 മണിക്കൂറെ നിങ്ങൾ മക്കളുടെ കൂടെ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുള്ളൂ. അപ്പൊ 4 അടിയും കൊടുത്തു, കുട്ടിയും കരഞ്ഞു, കുട്ടി ദേഷ്യപ്പെട്ടു, കുട്ടിക്കൊന്നും മനസ്സിലായില്ല, കുട്ടിയുടെ സമയം നിങ്ങൾ വേസ്റ്റാക്കി കളയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു ക്ലാസ്സിൽ 30ഓളം വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. അത്രേ പാടുള്ളൂ മാക്സിമം. അതിനേക്കാൾ കൂടുതൽ ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ തിരികെ കയറ്റാൻ പാടില്ല. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 30-ന് മുകളിൽ 28-ന്റെ മുകളിൽ ഒരു വിദ്യാർത്ഥി ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അധ്യാപകർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നാണ്. അധ്യാപകന്മാർ പേഴ്സണലായി ഒരു കുട്ടിയെ ശ്രദ്ധിക്കണം. അതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ക്ലാസ് റൂമിലുള്ള അധ്യാപകന് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോ എങ്ങനെയാണ് ഈ 9 പീരീഡ് അല്ലെങ്കിൽ 7 പീരീഡ് ഇത്ര കുട്ടികളെ ടീച്ചർമാരെ ശ്രദ്ധിക്കുന്നത്? വെടിയെടുക്കാതെ, ദേഷ്യപ്പെടാതെ അവരുടെ കൂടെ നിന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കതിന് കഴിയുന്നില്ല. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ വല്ലാത്ത പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയപ്പോ ഈ കുട്ടികൾക്ക് നിങ്ങളോട് ദിവസം കഴിയും തോറും വെറുപ്പ് ഇങ്ങനെ സമ്പാദിച്ച് നിങ്ങളോട് വെറുപ്പ് തോന്നാണ്. പിന്നെ നിങ്ങളോട് പ്രതികാരദാഹമാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത്. ഈ കുട്ടികൾക്ക് മാതാവിനോട് പ്രതികാരദാഹമാണ്. കാരണം എന്തേ? ആകെ 1 മണിക്കൂറേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ മണിക്കൂർ ചീത്ത പറയാനും കുറ്റം പറയാനും കുറവ് പറയാനും മാത്രമേ ഉമ്മാക്ക് സമയമുള്ളൂ എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. അപ്പൊ ഏത് കുട്ടിക്ക് ഉമ്മയോട് താല്പര്യം ഉണ്ടാവും? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃക നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. സൗമ്യമായി പഠിപ്പിക്കണം. മാർക്ക് കുറഞ്ഞതിൽ കുറ്റപ്പെടുത്തരുത്, ചീത്ത പറയരുത്.
ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിരന്തരമായി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിലോ ആവറേജിലേക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ടീച്ചർമാരെ വിളിച്ച് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. എന്റെ കുട്ടിക്ക് ഇന്ന് ഫിസിക്സിൽ 2-3 വർഷങ്ങളായിട്ട് ബിലോ ആവറേജ് ആണ്. അതെന്താ കാരണം? ടീച്ചറിന്റെ പ്രശ്നമാണോ, കുട്ടിയുടെ പ്രശ്നമാണോ, ക്ലാസ് എടുക്കുന്നതിന്റെ പ്രശ്നമാണോ? അത് മനസ്സിലാക്കണം നിങ്ങൾ വിളിച്ചിട്ട്. ഇതിനൊക്കെയാണ് അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുന്നത്, വെറുതെ അല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.